ജീവിതത്തിൽ ഒരിക്കൽ പോലും പേടി അനുഭവിക്കാത്തവരായിട്ടുള്ളവരുണ്ടോ? ഭയം, ദുരിതം, വഴിതെറ്റിയ അവസ്ഥ, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു നാമം മാത്രം ഉച്ചരിച്ചാൽ മതി. ഇന്നത്തെ ഭാഗവത ശ്ലോകം ഭയത്തിൻ്റെ വേരറക്കുന്ന ആ ഭഗവത് നാമത്തിൻ്റെ ശക്തിയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ 13ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകമാണ്. എന്തായാലും നമുക്ക് ആ ശ്ലോകം ഒന്ന് പഠിക്കാം. ആപന്ന സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതസ്തദ്യോ വിമുച്യേത യദ്വിഭേതി സ്വയം ഭയം. ഒന്നുകൂടി ശ്ലോകം നോക്കാം. ആപന്ന സംസൃതിം ഘോരാം യം നാമ വിവശോ ഗൃണൻ തതസ്തദ്യോ വിമുച്യേത യദ്വിഭേതി സ്വയം ഭയം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. യഹ ഘോരാം സംസൃതിം ആപന്നഃ വിവശഃ യത് നാമ ഗൃണൻ തതഃ സദ്യഃ വിമുച്യേത യത് സ്വയം ഭയം വിഭേതി. ഒന്നുകൂടി അന്വയം നോക്കാം. യഹ ഘോരാം സംസൃതിം ആപന്നഃ വിവശഃ യത് നാമ ഗൃണൻ തതഃ സദ്യഃ വിമുച്യേത യത് സ്വയം ഭയം വിഭേതി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ആപന്നഃ സംസൃതിം ഘോരാം യത് നാമ വിവശഃ ഗൃണൻ തതഃ സദ്യഃ വിമുച്യേത യത് ബിഭേതി സ്വയം ഭയം. ഒന്നുകൂടി പദങ്ങളായിട്ട് നോക്കാം. ആപന്നഃ സംസൃതിം ഘോരാം യത് നാമ വിവശഃ ഗൃണൻ തതഃ സദ്യഃ വിമുച്യേത യത് ബിഭേതി സ്വയം ഭയം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ആപന്നഃ അകപ്പെട്ടവൻ. ഏതിലാണ് അകപ്പെട്ടത്? ദുരിതത്തിൽ അകപ്പെട്ടവൻ. സംസൃതിം ജനനമരണ ചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഘോരാം ഭയങ്കരമായ. യത് നാമ ഏതൊരു ഭഗവാന്റെ നാമം. വിവശഃ അറിവില്ലാതെയും നിർബന്ധിതനായി. ഗൃണൻ ഉച്ചരിക്കുന്നുവോ. തതഃ അതുകൊണ്ട്. സദ്യഃ ഉടൻ തന്നെ. വിമുച്യേത മോചനത്തെ പ്രാപിക്കും. യത് ഏത്. ഏത് എന്ന് പറഞ്ഞാൽ സംസാരം. ഈ സംസാരമാകുന്ന സാഗരം. ഭയം ഭയം തന്നെ. സ്വയം വിഭേതി പേടിക്കുന്നതായ. ഇതാണ് ഇതിൻ്റെ പദങ്ങളുടെ അർത്ഥം. നമുക്കിതിൻ്റെ വാച്യാർത്ഥത്തിലേക്ക് നോക്കാം. ഭയങ്കരമായ ഈ ജനനമരണ ചക്രത്തിലെ കയത്തിലകപ്പെട്ട ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ അവൻ ഉടൻ തന്നെ ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് മോചനത്തെ പ്രാപിക്കും. അതാണ് നാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം നമുക്കായിട്ട് ഭാഗവതം പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ യാതൊരുവിധ യോഗ്യതയോ പാണ്ഡിത്യമോ ഒന്നും തന്നെ ആവശ്യമില്ല. നിർമ്മലമായ സമർപ്പണ ഭാവത്തോടെയുള്ള മനസ്സാണ് വേണ്ടത്. അത്തരത്തിൽ ഭഗവാനെ തന്നെ ഉറച്ച മനസ്സോടുകൂടി ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രതിസന്ധികളും നമ്മളെ ബാധിക്കുകയില്ല. ആരും തന്നെ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് പോലും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരാളാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവെടിയുകയില്ല. അതുകൊണ്ടാണ് ഒരു ഭഗവത് നാമത്തിൻ്റെ അറിഞ്ഞോ അറിയാതെയോ പോലും ഒരു നാമം ഉച്ചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഗുണം നമുക്ക് ഉണ്ടാകുമെന്ന്
ഭാഗവതം ഇവിടെ അതാ പറയുന്നു. ആപത്കരമായ സമയത്ത് ഭഗവാന്റെ നാമസ്മരണം ഒരു രക്ഷാകവചമാണ്. പ്രതിസന്ധി വരുന്ന സമയത്ത്, ഭയത്തെ മുഖാമുഖം കാണുന്ന നേരത്ത്, അവിടെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭഗവത് നാമം, ഭഗവാൻ നമ്മളെ ഉച്ചരിക്കാൻ, ദിവസവും ഭഗവത് നാമം ഉച്ചരിക്കുന്ന ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ തന്നെ അവിടെ രക്ഷാകവചമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഈ ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ജനനമരണ ചക്രത്തിൽ അകപ്പെട്ട സാധാരണക്കാരായ നമ്മൾക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഭഗവത് നാമം കൊണ്ട് തന്നെ സാധിക്കുമെന്ന് ഭാഗവതം ഇതാ ഇവിടെ നമുക്കായിട്ട് സൂചിപ്പിക്കുന്നു. അവിടെ നമുക്ക് യാതൊരു അറിവോ അതൊന്നും വേണ്ട, അറിഞ്ഞോ അറിയാതെയോ പോലും ഒരു നാമം ജപിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ ഭഗവത് നാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. ദുരിത സമയത്ത് കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും നാവിൽ ഒരു നാമമുണ്ടെങ്കിൽ ഭയത്തിനവരെ സ്ഥാനമില്ല. ഇന്നത്തെ ഭാഗവത ശ്ലോകം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.